എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ കുറേയധികം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയിട്ടും വാച്ച് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഏകദേശം ഒരു 2000 സബ്സ്ക്രൈബേഴ്സും ആയിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കുക്കിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. കുക്കിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കുറേയധികം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ലാവിഷാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക്, അത് മീൻസ് 5 യൂറോ കൊണ്ട് നമുക്കിവിടെ എന്ത് മേടിക്കാൻ പറ്റും, ആ 5 യൂറോ കൊണ്ട് മേടിക്കാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഇച്ചിരി ഹാർഡായിട്ടുള്ള കാര്യമാണ്. ബട്ട് എങ്കിൽ കൂടിയും നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ആ ഒരു കുഞ്ഞു പൈസ കൊണ്ട് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും, ആ കുഞ്ഞു പൈസ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഒരു നേരത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാനുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ലൈക്കും ഒക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് വിവാഹം വാർഷികം ആഘോഷിക്കുന്ന അളിയനും പെങ്ങൾക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ മസ്റ്റായിട്ട് പോയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ വേറെ വീഡിയോസ് നമ്മൾ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ നമ്മളെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക കേട്ടോ. സോ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് വീഡിയോ കൊണ്ടുവരിക എന്നൊക്കെയുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പേര് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. സോ വരും ദിവസങ്ങളിലും അത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇന്നൊരു പൊളി ദിവസമാണ്. നല്ല സണ്ണി ആയിട്ട് കണ്ടില്ലേ, നല്ല റോട്ടിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. കാറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. എല്ലാവരും തന്നെ ഔട്ടാണ് ഇന്ന്. നല്ല അടിപൊളി ഒരു ദിവസമാണ് കേട്ടോ. നല്ല അടിപൊളി സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. സോ ഞാനിപ്പം പുറത്തിറങ്ങിയേക്കുവാണ്. നമ്മുടെ കിൽബാറക് ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. സോ അടിപൊളി ഡേ ആണ്. ഇന്നിപ്പം ടീഷർട്ട് മാത്രം ഇട്ടാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് നല്ലൊരു എന്താ പറയുക, അടിപൊളി മോർണിംഗ് ആണ്. നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് ഒത്തിരി ദൂരമൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള സ്ഥലമുള്ളൂ. അപ്പം അവിടെ പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം കേട്ടോ. സോ നമ്മുടെ ഏരിയ ആണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ, ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ അടിപൊളി ഏരിയ ആണ്. ഈ ഒരു ഏരിയ നമ്മുടെ ഈഡൻ മൂറിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. സോ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ബുച്ച് ഷോപ്പൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ലോണ്ട്രി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ. ആക്ച്വലി സോ ലൈക്ക് ഫ്ലവറിസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ചെടികളൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞ് ഒരു പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സ്ട്രീറ്റിലൂടെ വാക്ക് ചെയ്യാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സോ ആ ഒരു കട കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോകുന്നത്. അടിപൊളി ദിവസം ആയതുകൊണ്ട് ആളുകളൊക്കെ ഒത്തിരി പേര് പുറത്തുണ്ട്. എല്ലാവരും എന്താ പറയുക, ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് പുറത്തൊക്കെ ആയിട്ടുണ്ട്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും തന്നെ വീടിൻ്റെ പുറത്തിറങ്ങിയേക്കുവാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കിൽബാറക്കിലേക്ക് പോകുമ്പോൾ ഉള്ള വീടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല പച്ചപ്പാണ് ഇപ്പം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിൻ്ററിൻ്റെ സീസണൊക്കെ പതുക്കെ കഴിഞ്ഞ് പോയിട്ട് ഇപ്പം സമ്മറിന് തുടങ്ങാനുള്ളൊരു ഇതായതുകൊണ്ട് നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട് മരങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് എത്തുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് എൻട്രൻസ് ആണ്. ഈ റോഡ് കയറി ചെല്ലുന്നതേ കാണുന്നതാണ് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. സോ നമ്മൾ പറയും ലൈക്ക് 5 യൂറോയ്ക്ക് നമുക്കൊന്നും പാടാണ് അല്ലെങ്കിൽ കിട്ടാനും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. 5 യൂറോയ്ക്ക് നമുക്ക് സാധനങ്ങൾ മേടിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചേക്കുവാണ്. എൻ്റെ ബാഗിലുണ്ട് സാധനങ്ങൾ. ഞാൻ വീട്ടിൽ ചില സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 യൂറോയ്ക്ക് നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഇവിടെ. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 5 രൂപയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്.
കുറേ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല, കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. സോ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അത് ഉണ്ടാക്കി നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് നമ്മൾ വിചാരിക്കും 5 രൂപ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും മേടിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി വിലയുടെ മേടിച്ച് കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോരെ അല്ലേ. ഇത്രയും സാധനങ്ങൾ നമ്മൾ 5 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകണം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾ മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞി ടൊമാറ്റോസ് ഉണ്ടല്ലോ, ചെറി ടൊമാറ്റോസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒണിയൻസ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് പുഡിങ്ങിന്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാസ്ത മേടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മോസ്സറെല്ലയുടെ ചീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സോൾട്ട് ഉണ്ടാകുന്നില്ല, സോൾട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്യുക്കുംബർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ സ്പെഗറ്റി ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെഗറ്റി കൂടെ മേടിച്ചിട്ടുണ്ട്. അത്രയും സാധനങ്ങളാണ് ഞാൻ വെറും 5 യൂറോയ്ക്ക് എന്ന് മേടിച്ചത്. 5 യൂറോയ്ക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചില്ലേ. കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത് കാണിക്കണം. നമ്മൾ ഇനിയിപ്പോൾ ഇതിന്റെ വർക്ക് തുടങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 യൂറോയ്ക്ക് മേടിച്ച സാധനങ്ങൾ കേട്ടായിരിക്കുന്നത് കാണുന്നത്. എല്ലാ സാധനങ്ങളും 5 യൂറോയ്ക്ക് വെറും 5 യൂറോയ്ക്ക് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ 5 യൂറോയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മുടെ പാസ്തയും സ്പെഗറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇട്ട് കൊടുത്തേക്കുവാണ്. ഇച്ചിരി നെയ്ക്ക് വെള്ളം ഒഴിക്കണം, വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ അതിനുശേഷം നമ്മളത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ സ്പെഗറ്റിയും പാസ്തകളും ഒന്നിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഗറ്റിയും പാസ്തയ്ക്ക് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ആ സമയം കൊണ്ട് വിശക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി നമ്മുടെ നാട്ടിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ചോറുണ്ടാകും വിചാരിച്ചു. ഉച്ചയായ സമയം, എന്നാലും ഉള്ളതുപോലെ പാസ്തയുടെ ഇത് തിളച്ച് പോകുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയത്. സോ അപ്പം നമ്മുടെ സാമ്പാറൊക്കെ കൂട്ടിച്ച് ചോറിനിട്ട് പണി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഹെർബ്സൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഒനിയൻസും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പാസ്ത അല്ലെങ്കിൽ സ്പെഗറ്റി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുത്ത് ഒന്ന് ഊറാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഒനിയൻ ഏതാണ്ട് ഹെർബ്സൊക്കെ ഇട്ട ഒനിയൻ നമ്മുടെ ഏകദേശം നമ്മുടെ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾക്ക് നമ്മുടെ വൈറ്റ് പുഡിങ്ങിൻ്റെ അത് നമുക്കൊന്ന് കണ്ടിച്ചിട്ട് ചെറുതായിട്ട് പീസായിട്ട് ഇട്ടിട്ട് അതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വെന്ത് ഒന്ന് നല്ല ഇത് ബ്രൗണായി വന്നു കഴിയുമ്പോൾ നമ്മൾ ബാലൻസ് നല്ല കാര്യം ഇട്ട് കൊടുക്കാനത്തേക്ക്. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ചെറിയ ടൊമാറ്റോയും അതുപോലെ തന്നെ നമ്മുടെ ബീൻസും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾ ഏകദേശം നല്ല അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ടൊമാറ്റോയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി മോസറല്ല ചീസും ഇച്ചിരി പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം അത് വേണ്ട മസാലകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലകൾ ഇട്ടത് കൂടാതെ നമ്മൾ പാഴ്സലി ഒരെഗ്നോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്കും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിൽക്കാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് മോസറല്ല ചീസ് ഇട്ടിട്ട് നമ്മുടെ സാധനം ഇട്ട് കൊടുക്കാൻ അതിനകത്തേക്ക് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയുടെ ഉള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ സ്പെഗറ്റി കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മോസറല്ല ചീസ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം പൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് മസാല ഇട്ടു, പാലൊഴിച്ചു, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി നമ്മുടെ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഉണ്ട്. ആ ക്യൂബ് ഒന്ന് അലിയിപ്പിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കൂടാതെ നമ്മുടെ മോസറല്ല ചീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു കേട്ടോ. എല്ലാം ഏകദേശം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മോസറല്ല ചീസ് അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അതിലൊന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ കുക്കിംഗ് കേട്ടോ. 5 യൂറോ കൊണ്ട് മേടിച്ച സാധനം കൊണ്ട് കുക്ക് ചെയ്ത സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ
കാര്യം റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറഞ്ഞൊരു ചിലവിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമാണ് കേട്ടോ. സോ നമ്മുടെ 5 യൂറോ കൊണ്ട് നമ്മൾ മേടിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഇത്. അപ്പം നമുക്ക് 5 രൂപ കൊണ്ട് സാധനങ്ങൾ മേടിക്കാം എന്ന് ഈ ഒരു ഇതിനടുത്ത് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹായ് പറയുകയാണ്. അതുപോലെ തന്നെ പുതിയ ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതായിരിക്കും.